സ്നേഹമുള്ളവരെ, നമുക്കൊക്കെ ജീവിതത്തിൽ ഓരോ നിയോഗമുണ്ട്. ദൈവം നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ജീവിതത്തിലെ നിരവധി മേഖലകളിൽ നിയോഗിക്കപ്പെടുന്നുണ്ട് ദൈവത്തിൽ നിന്ന്. ദൈവം ഈ ഭൂമിയിലേക്ക് ആരെയും വെറുതെ അയക്കുന്നില്ല. ഓരോരുത്തരും വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന നമുക്ക് ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ട ചുമതലകളും ബാധ്യതകളുമുണ്ട്. ചെയ്തു തീർക്കാനായി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നിരവധി പദ്ധതികളുണ്ട്. നാം ഓരോ സ്ഥാനത്ത് നിയോഗിക്കപ്പെടുകയാണ്. പുരോഹിതൻ സ്വന്തം ജനത്തിനു വേണ്ടി തന്നെ അർപ്പിച്ച് സ്വർഗവുമായവനെ രമ്യപ്പെടുത്താൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നു. സന്യാസിയായ ഒരാൾ ഈ ജീവിതത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സാക്ഷാത്കരിച്ചെടുക്കേണ്ടതെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിതാവും മാതാവുമാകുന്നവർ എങ്ങനെ സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി അവരന് ജീവൻ കൊടുക്കാൻ പറ്റുമെന്ന് ഈ ലോകത്തെ പഠിപ്പിക്കാൻ ബാധ്യതയുള്ളവരാണ്. ഓരോ ജീവിതാവസ്ഥയും ദൈവം കയ്യിലേൽപ്പിക്കുന്ന ഒരു നിയോഗത്തിൻ്റെ ഫലമായിട്ടാണ് കാഴ്ചവെക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു പ്രാർത്ഥന ആവശ്യത്തെ അല്ല നിയോഗം എന്ന് പറയും. പലപ്പോഴും കരുതപ്പെടുന്നത് അങ്ങനെയാണ്. പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നൊരു വിഷയത്തെ നിയോഗമായി കണ്ടുകൊണ്ടാണ് പ്രാർത്ഥനാ നിയോഗമെന്ന് പോലും പറയുക. പ്രാർത്ഥനയും നിയോഗവും രണ്ടാണ്. പ്രാർത്ഥന ബന്ധവും നിയോഗം ദൈവം ഏൽപ്പിച്ച പദ്ധതിയും. ദൈവം നിന്നോട് പറയുന്നതിനെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റാൻ നിനക്ക് കഴിയും. ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ, നിനക്ക് നൽകുന്ന നിയോഗത്തെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റും. പ്രാർത്ഥന എന്നാൽ ബന്ധമെന്നാണ് അർത്ഥം. ദൈവത്തോടുള്ള ബന്ധം നിലനിർത്താതെ ദൈവമേൽപ്പിച്ച പദ്ധതിയും നിയോഗവും ഒരാൾക്ക് അങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയും. അതുകൊണ്ട് നിയോഗമെന്നത് വളരെ അർത്ഥവത്തായൊരു കാര്യമാണ്. ഒരു നിയോഗവുമില്ലാത്ത ആരും ഭൂമിയിലില്ല. എന്തിന് ഞാൻ നിയോഗിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ബോധ്യമില്ലാതാകുന്നിടത്താണ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് കരുതിപ്പോവുക. അർത്ഥമില്ലായ്മ അനുഭവപ്പെടുന്നൊരു ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എങ്ങനെയാണ് സ്വർഗമെന്ന ലക്ഷ്യത്തെ മനസ്സിൽ കാണാൻ പോലും കഴിയുക? സ്വർഗം വെറുതെ വന്നു ചേരേണ്ട ഒരു കാര്യമല്ല. നമ്മൾ വന്ന ദൈവത്തിലേക്ക് തന്നെ തിരികെ പോകാൻ സുനിശ്ചിതമായൊരു മാർഗം ദൈവം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. നിനക്ക് നൽകപ്പെട്ട ജീവിതം, നൽകപ്പെട്ട നിയോഗം ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കുക എന്നൊരു ബാധ്യത തിരിച്ചുള്ള സ്വർഗയാത്രയ്ക്ക് അനുപേക്ഷണീയമാണ്. ക്രിസ്തുവിനെയും ഭൂമിയിൽ രക്ഷ അവതരിപ്പിക്കാൻ വന്നു. യേശുവിൻ്റെ ദൗത്യം, നിയോഗം ഭൂമിയിലെ സർവ്വമനുഷ്യൻ്റെയും രക്ഷയാണ്. ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത. സകലർക്കും അത് അനുഭവപ്പെടണമെങ്കിൽ ക്രിസ്തു സ്വയം അങ്ങനെ ഒരു നിയോഗം ഈ ലോകത്ത് അനുഭവപ്പെടുത്തി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് കുരിശിൽ നിന്ന് മാറിപ്പോകാനായി പത്രോസ്ലീഹ നിർബന്ധിക്കുമ്പോൾ ക്രിസ്തു പറയുന്നത്, സാത്താനെ പിന്നിൽ പോവുക, നിന്റെ ചിന്തകൾ ദൈവികമല്ല. ദൈവം എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളവ അല്ലെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള നിയോഗം അത് പൂർത്തിയാക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. അങ്ങനെ നിയോഗശുദ്ധി ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ നിയോഗം മാനുഷികമായി നിറവേറ്റാൻ കഴിവുള്ളൊരു കാര്യമല്ല. ഒരു മനുഷ്യനും ഈ നിയോഗം നടപ്പിലാക്കാൻ സാധ്യമല്ല. നിയോഗം നടപ്പിലാകണമെങ്കിൽ നിയോഗിച്ചവൻ അത് ചെയ്തു തരണം. വിശ്വസ്തയോടെ നിന്നു കൊടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നും ഒരാൾക്ക് ചെയ്യാനില്ല. ബാങ്ക് മാനേജരായിട്ട് ഒരാളെ നിയോഗിക്കുകയാണ്. അയാൾ ബാങ്കിൽ വന്നാൽ അയാൾക്ക് സ്വന്തമായി ആർക്കെങ്കിലും ലോൺ കൊടുക്കാനോ ആരുടെയെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനോ ആരുന്നെങ്കിലും പണം സ്വീകരിക്കാനോ ഒന്നും സാധ്യമല്ല. അതിനൊക്കെ ബാങ്കിൻ്റെ നിയമാവലിയുണ്ട്, ബാങ്കിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിച്ച് നിന്നു പോകാൻ മാത്രമേ നിയോഗിക്കപ്പെട്ട മാനേജർക്ക് കഴിവുള്ളൂ. എന്നാൽ ആ നിയോഗം അയാൾ നിറവേറ്റുമ്പോൾ ബാങ്കിൻ്റെ ഈ ദൗത്യം നിറവേറപ്പെടുന്നു. ഒപ്പം തന്നെ അയാളുടെ നിയോഗത്തിൽ വിജയിക്കും. അപ്പോൾ ഒരാളെ ഏൽപ്പിച്ചിട്ടുള്ള നിയോഗം കൃത്യമായി ചെയ്യാൻ കഴിയണം, വിശ്വസ്തയോടെ ചെയ്യാൻ കഴിയണം. ആരാണ് നിന്നെ നിയോഗിക്കുന്നതെന്നും എന്തിനാണ് നിയോഗിച്ചതെന്നും ആദ്യം തിരിച്ചറിയണം. നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ വന്നിട്ടുള്ളതും നിയോഗിക്കപ്പെട്ടിട്ടുള്ളതും
ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർ അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. എങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം അറിയിക്കും? നാം ഇന്ന് പരസ്പരം പറയുന്നത് പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പാഴ്വാക്ക് പറഞ്ഞുകൊണ്ടാണ് അത് സാധിക്കുക. ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, എന്നെ സ്നേഹിക്കുമോ? ഭർത്താവ് പറയും, ഞാൻ സ്നേഹിക്കും. എന്നും സ്നേഹിക്കുമോ? എന്നും സ്നേഹിക്കും. അറ്റം വരെ ഞാൻ മരിച്ചാലും. ഏറ്റവും ഒടുവിൽ പാതി മയക്കത്തിലേക്ക് വീണ് പോയി കഴിയുമ്പോൾ ഭാര്യ വീണ്ടും തോണ്ടി വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ മരിച്ചാൽ വേറെ കല്യാണം കഴിക്കുമോ? ഇപ്പോഴും അവളുടെ ചിന്തയിൽ സ്നേഹമെന്നതിന് ഈ വാക്കുകൊണ്ടൊരു ബലം കിട്ടാനാണ് ശ്രദ്ധ. എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുക? വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതാണോ സ്നേഹം? ലോകത്ത് മനുഷ്യർ നിരവധി പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്, നിരവധി ആത്മീയ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഭൂമിയിൽ വന്ന് പറഞ്ഞത് ദൈവം സ്നേഹമാണെന്നും സ്നേഹിച്ച് ജീവിക്കണമെന്നും നല്ല ജീവിതം കാഴ്ചവെക്കണമെന്നൊക്കെയാണ്. ആരും കുറ്റക്കാരല്ല. പക്ഷേ അവരൊക്കെ വാക്കുകൊണ്ട് പറഞ്ഞത് ജീവിതം കൊണ്ട് ചെയ്തു തീർക്കാൻ എളുപ്പമല്ല. വാക്കുകൊണ്ട് പറയുന്നത് ജീവിതം കൊണ്ട് ചെയ്തു തീർക്കാൻ ആരെ കൊണ്ട് കഴിയും? നിങ്ങളോട് ഒരാളൊരു വഴി പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഇന്ന വഴിയിലൂടെ പോയി ഇത്രാമത്തെ ടേൺ തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞാൽ നിങ്ങൾ ഇന്ന വഴിയിലെത്തും. അവിടെ ഇങ്ങനൊരു ബോർഡ് കാണും, അവിടുന്ന് പിന്നെ തിരിഞ്ഞ് ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താം. അല്പം കേട്ട വിശ്വാസത്തോടെ നിങ്ങൾ യാത്ര തുടങ്ങും. ആദ്യത്തെ വളവ് തിരിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് സംശയം തുടങ്ങി. വഴി തെറ്റിയോ? വീണ്ടും അടുത്ത ആളോട് നിങ്ങൾ ചോദിക്കുകയാണ്. കാരണം നിങ്ങളോട് പറഞ്ഞയാൾ വാക്കുകൊണ്ടാണ് വഴി പറഞ്ഞു തന്നത്. അതിലൂടെ എത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതേസമയം ഒരാൾ പറയുകയാണ്, നിങ്ങൾ എൻ്റെ പുറകെ പോര്, ഞാൻ പോകുന്ന വഴി നിങ്ങൾക്ക് എത്തേണ്ടിടത്തേക്ക് നിങ്ങളെ എത്തിക്കും. അങ്ങനെ പറഞ്ഞ് മുൻപേ പോകുന്ന ഒരാൾ നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പിന്നെ ഒരാളോടും വഴി ചോദിക്കാതെ ശാന്തമായി നിങ്ങൾക്ക് യാത്ര തുടരാൻ പറ്റും. അപ്പോൾ നിയോഗിക്കപ്പെട്ടിടത്തേക്ക് പോകാനുള്ള വഴി കൃത്യമായി അറിയണമെങ്കിൽ ആ നിയോഗത്തിലൂടെ ജീവിച്ച് മുൻപോട്ട് പോയ ഒരാൾ നിങ്ങളുടെ മുമ്പിലുണ്ടാകണം. നമുക്കൊക്കെ ഏറ്റവും സുഖകരമായ യാത്ര സ്വർഗത്തിലേക്ക് കാണിച്ചു തരാൻ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നൊരു യാത്ര നമുക്ക് നൽകാൻ കഴിയുന്നത് ക്രിസ്തുവിന് മാത്രമാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് ക്രിസ്തു പറയുന്നത്, ഞാൻ വാഴ്വും വഴിയും ഉയരുമാണെന്ന് പറയുന്നത് വളരെ ഉറപ്പോടുകൂടിയാണ് ക്രിസ്തു. ആ വഴിയിലൂടെ ക്രിസ്തു സ്വർഗത്തിലേക്ക് യാത്രയായി ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന ഉറപ്പോടുകൂടിയാണ് ക്രിസ്തു മുൻപോട്ട് പോകുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം ക്രിസ്തു പോകുന്ന ജീവിതയാത്ര കാൽവരിയിലേക്കാണ്. പീഡാസഹനങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ, വേദനാജനകമായ അനുഭവങ്ങളിലൂടെ ഒരു കുരിശുമരണത്തിലേക്ക് യാത്രയാകുന്ന ക്രിസ്തുവാണ് പറഞ്ഞത്, ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന്. ആ വഴി യഥാർത്ഥത്തിൽ സത്യത്തിലേക്കുള്ളത്, ക്രിസ്തുവിലേക്കുള്ളത്, സ്വർഗത്തിലേക്കുള്ളത് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ക്രിസ്തു അങ്ങനെ പറയുന്നത്. അപ്പം അങ്ങനെ ജീവിച്ചു കാണിച്ചു തരാവുന്നൊരു വഴി നമ്മുടെ മുമ്പിലുണ്ടാകണം. ഓരോ മനുഷ്യനും വിളിക്കപ്പെടുന്നത് ഇങ്ങനെ സ്നേഹം മറ്റുള്ളവർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ്, പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ എത്രത്തോളം മൈക്ക് വെച്ച് പ്രസംഗിച്ചാലും എത്രത്തോളം ആളുകളോട് സ്നേഹം പ്രഖ്യാപിച്ചാലും സ്നേഹം അനുഭവപ്പെടണമെന്നില്ല. പക്ഷേ ഒരു നോക്കുകൊണ്ട്, ഒരു വാക്കുകൊണ്ട് ജീവിതത്തിലെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ, വേദനകളിൽ ഒരു കൈത്താങ്ങായ ഒരാൾ മാറിയാൽ അയാൾ നിങ്ങളെ സ്നേഹിച്ചുവെന്ന് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയും. ഹൃദയമാണ് അനുഭവത്തിൻ്റെ തലം. ഹൃദയം നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ളൊരു അനുഭവം അതിന് നൽകാൻ കഴിയണം. ക്രിസ്തു നൽകുന്നത് സ്വയം കുരിശിൽ മരിച്ചുകൊണ്ടാണ്. നിന്നെപ്രതി ഞാൻ മരിക്കുന്നുവെന്ന സത്യം നിന്റെ ഹൃദയത്തിൽ കോറിയിടാൻ ക്രിസ്തു വേറെ ഒരു ഉപാധി ഉപയോഗിക്കുന്നില്ല. ജീവൻ തന്നെ കുരിശിൽ അർപ്പിച്ചുകൊണ്ട് നിന്റെ കുറ്റങ്ങൾക്ക് കുറ്റമില്ലാത്തവൻ പരിഹാരം ചെയ്തതുകൊണ്ടാണ് ലോകത്തിന് രക്ഷപ്രദാനം ചെയ്യാൻ ക്രിസ്തു ഉറപ്പുള്ള മാർഗമായിട്ട് മാറുന്നത്. നിങ്ങളെങ്ങനെ ജീവിതം ഒരു നിയോഗമെന്ന നിലയ്ക്ക് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന നിങ്ങൾക്ക് മറ്റുള്ളവരോട് എങ്ങനെ ഈ സ്നേഹം പ്രഘോഷിക്കാൻ കഴിയും? അവരിന് വേണ്ടി സ്വന്തം സൗകര്യങ്ങൾ ത്യജിച്ചുകൊണ്ട്, സ്വന്തം സമാനതകൾ ഉപേക്ഷിച്ചുകൊണ്ട്, സ്വന്തം ജീവിതത്തിലെ സങ്കടങ്ങൾ മറന്നുകൊണ്ട്, വേദനകൾ ക്ഷമാപൂർവം സഹിച്ചുകൊണ്ട് അവരിന് വേണ്ടി സ്വയം ഉപേക്ഷിക്കുന്നുവെന്ന ഉറപ്പ് അവൻ്റെ ഹൃദയത്തിൽ കോറിയിടാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോഴാണ് നിങ്ങളുടെ നിയോഗം ഒരു ശുദ്ധിയുള്ള നിയോഗമായിട്ട് മാറുക. അങ്ങനെ അവരിന് വേണ്ടി ചെയ്യാൻ കഴിയുമ്പോഴാണ് സ്വർഗം നിങ്ങൾക്ക് അനുഭവപ്പെടുത്തി കൊടുക്കാൻ പറ്റുക. നിങ്ങൾ എന്തുകൊണ്ട് അവരെ സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന് ദൈവം നിന്നെ സ്നേഹിച്ചു എന്ന ഉത്തരവുണ്ടാകുക. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതിൽ നിന്ന് നിങ്ങൾക്കൊരു ബലമുണ്ടാകണം അവരിന് വേണ്ടി നിങ്ങളെ തന്നെ ഉപേക്ഷിക്കാൻ. അവിടെ നിയോഗശുദ്ധി ഉണ്ടാവും. അപ്പോൾ നിയോഗിക്കപ്പെടുക എന്നുള്ളത് സാധാരണഗതിയിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാവുന്നൊരു കാര്യമല്ല, സ്വന്തം ജീവിതം കൊണ്ട് അനുഭവപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു നിയോഗം
അങ്ങനെ ഒരു സത്യം വെളിപ്പെടുത്തി കൊടുക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ സാധാരണ ഒരു പ്രവൃത്തി കൊണ്ട് സാധ്യമല്ല. എങ്ങനെ ചെയ്യാൻ കഴിയും? അതിരം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിതം കൊണ്ട് കാണിക്കണം. അവിടെ അത് സാധാരണ ഒരു മനുഷ്യന് എളുപ്പത്തിൽ ചെയ്തു തീർക്കാവുന്ന ഒരു പ്രവൃത്തിയല്ലത്. സഹിക്കുന്ന വേദനകളൊക്കെ അവരിന് വേണ്ടിയാണ് എന്ന് പറയാതെ തന്നെ പ്രഖ്യാപിക്കാൻ കഴിയണമെങ്കിൽ അവിടെ ഉറപ്പുള്ള ഒരു സഹനമാർഗം സ്വീകരിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേക കരുണയില്ലാതെ, ആത്മാവിൻ്റെ അഭിഷേകമില്ലാതെ സഹിച്ചു മരിച്ച് നമുക്ക് വേണ്ടി ജീവൻ ബലിപീഠത്തിൽ അർപ്പിച്ച ക്രിസ്തുവിൻ്റെ അതേ സ്നേഹം നമ്മിലേക്ക് ഒഴുകണം. ദൈവികമായ ഒരു ബലിപീഠത്തിലൂടെ അല്ലാതെ, ദൈവികമായ ഒരു ബലിയിലൂടെ അല്ലാതെ, ദൈവത്തിൻ്റെ സമൃദ്ധമായ ആത്മാഭിഷേകത്തിലൂടെ അല്ലാതെ അത് ചെയ്തു തീർക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അവിടെയാണ് നിയോഗശുദ്ധിക്ക് കർത്താവിൻ്റെ ബലിപീഠം അനുഗ്രഹങ്ങൾ ചൊരിയുന്നൊരിടമായിട്ട് മാറുക. ബലിപീഠത്തിൽ അർപ്പിക്കാത്തൊരു മനുഷ്യന് നിയോഗശുദ്ധിയോടെ ജീവിക്കാൻ സാധ്യമല്ല. അവനവൻ്റെ ജീവിത പ്രവൃത്തികൾ മുഴുവനും ക്രിസ്തുവിൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ച് നിയോഗശുദ്ധി വരുത്തിയെടുക്കേണ്ടതുണ്ട്. ആ നിയോഗങ്ങൾ ക്രിസ്തുവിനെ തന്നെ അർപ്പിച്ച് ക്രിസ്തുവിൻ്റെ ആത്മബലം കൊണ്ട് തന്നെ നിറയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കണം. നിയോഗം ഒരു പ്രാർത്ഥനാ വിഷയമല്ല, ഒരു പ്രാർത്ഥനാവശ്യമല്ല. നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ദൈവത്വത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനും, ദൈവത്തിലേക്ക് മനുഷ്യരെ നയിക്കാനും, ക്രിസ്തു രഹസ്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യത്തെയാണ് നിയോഗം എന്ന് പറയുന്നത്. ആ നിയോഗം ജീവിതം കൊണ്ട് നമുക്ക് കാഴ്ചവെച്ച് കൊടുക്കാൻ പറ്റണം. സ്വയം ഉപേക്ഷിച്ച്, കഷ്ടതകൾ സഹിച്ച്, വേദനയുടെ മാർഗത്തിലൂടെ നടന്ന് അവരിന് വേണ്ടി നൊമ്പരങ്ങൾ ഏറ്റെടുത്ത് സ്വന്തം ഉപേക്ഷയുടെ ഫലങ്ങൾ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്തുകൊണ്ട്, കഷ്ടപ്പാടുകൾ സഹിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട്, എവിടെയെല്ലാം വേദന എടുക്കുന്നുവോ അതിലൂടെ മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് പകരക്കാരായി മാറിക്കൊണ്ട് നേടിക്കൊടുക്കാൻ നമുക്ക് പറ്റണം. അതിന് ക്രിസ്തുവിൻ്റെ ആത്മബലം, കുരിശിൽ മരിച്ചവൻ്റെ ഒരു സഹകരണം, കുരിശിൽ മരിച്ചവൻ്റെ സമൃദ്ധമായ ഒരു അഭിഷേകം നമ്മിലേക്ക് വരണം. ക്രിസ്തുവിൻ്റെ മനസ്സില്ലാതെ ഇത് ചെയ്യാൻ സാധ്യമല്ല. ഒരു ബലിപീഠം നമ്മെ കാത്തിരിക്കുന്നുണ്ട്, ഒരു കുരിശുമരം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അനുഗ്രഹിക്കാൻ ചേർത്ത് വയ്ക്കാൻ പറ്റണം. ഓരോ കാഴ്ചവെപ്പിലും, ഓരോ വിശുദ്ധ ബലിയിലും സ്വന്തം ജീവിത നിയോഗത്തെ ദൈവത്തിൻ്റെ സന്നിധി ഏൽപ്പിച്ചുകൊണ്ട്, പിതാവേ, എന്നെ തന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ബലപ്പെടുത്തണമേ. അനേകർക്ക് യാഗമായി മാറിയ, സകല മനുഷ്യരുടെയും രക്ഷയ്ക്കുള്ള സദ്വാർത്തയായി മാറിയ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിൽ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ ബലിപീഠത്തെ സമീപിക്കാൻ കഴിയണം. ആമേൻ.